ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. തണുപ്പും ഇതും കാരണേ ജലദോഷം എന്തൊക്കെ പിടിച്ചു. തീരെ വയ്യാണ്ടില്ല, വേസൊക്കെ ആകെ നടന്നിട്ട് തീരെ വയ്യ. എന്നുവെച്ചി ഇപ്പോൾ പോരുന്നൊന്നും അറിയില്ല. എണീച്ചിട്ടുള്ളൂ. രാവിലെ ഒരു ചായ എന്തെങ്കിലും കുടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിറക്കാണ്. ചില സമയത്ത് തണുപ്പ് കാരണേ പുറത്തിറങ്ങാൻ ഭയങ്കര മടുപ്പ്. വയസ്സ് ഓർഡർ റൂമിലായിരിക്കും, ഭയങ്കര ഇടങ്ങറ. ഒന്ന് തണുപ്പ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം മീൻസ് 10:57 ഇപ്പോൾ രാവിലെ. ഇപ്പോൾ മെല്ലെ പുറത്തേക്ക് അടിയതാണ്, എന്തെങ്കിലും ഒന്ന് വാങ്ങട്ടെ വെച്ചിട്ട്. അത് തണുപ്പ് കാരണം വല്ലാണ്ട് വിശക്കൂല, അതാണ്. അപ്പോൾ ഒന്ന് കട വരെ പോയിട്ട് വരാൻ വിചാരിച്ചു. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പിറങ്ങാനും തോന്നും, അതാ പ്രശ്നം. അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങലോടെ അത്രയും അവിടെ വണ്ടി കിട്ടുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. അത് ഡിഫൻസ് ഏരിയയാണ് ഇവിടെ, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ നാട്ടിൽ കളിക്കുന്ന കളി ഇവിടെ കളിക്കാൻ പറ്റില്ല. ഓക്കെ, കാണാം. നട്ടപ്പാതിരാത്രി അറിയാത്തൊരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ഇതിനെ വെച്ചാൽ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. ഇടയ്ക്കെപ്പോഴേലും ഒരു വണ്ടി പോകുന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടി വീഡിയോ കഴിയും വരെ എത്ര വണ്ടികൾ കൊണ്ടുപോകും. ഒരു വണ്ടിയുടെ പോയി ഞാൻ അങ്ങോട്ട് നിർത്താം. റോട്ടിലെവിടെ കാട്ടുപോത്തുണ്ടാവുക പറയാൻ പറ്റില്ല. മുന്നിൽ കൂട്ടി മുട്ടി അറിയാം. കണ്ടോ, ലൈറ്റ് പോലും ഇല്ല. ക്യാമറ എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അത് നടപടിയാവില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഒന്ന് കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭ്രാന്ത് വരുന്നുണ്ടാവും. ടൗണിക്ക് നടക്കാണ്, ഇവിടുന്ന് ദൂരമുണ്ട് ടൗണിക്ക്. ഈശ്വര, എന്താ വരുന്നത്? ആ മനുഷ്യന്മാരാണ്. അപ്പോൾ കുഴപ്പമില്ല, ഒരു മിനിറ്റ് ഞാൻ പിന്നെ കാണാൻ വീഡിയോ. സത്യം പറഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇരിക്കണത് മേട്ടുപ്പാളയം. ഇവിടെ വന്ന് ബസ്സൊക്കെ ഇങ്ങനെ കാത്തുനിന്ന് ബസ് എപ്പോൾ വരും എന്താണെന്ന് അറിയില്ല. ജീവിതമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങണത് ഇപ്പോൾ ഇത്രയും വയസ്സായിട്ടാണ്. അയ്യോ, തണുപ്പടിച്ച് കോവളൊക്കെ കാരണം ബസ് എപ്പോൾ വരും എന്താണെന്ന് അറിയില്ല. ബസ് വന്നിട്ട് ഇനി ഇവിടെ പോകണം തീരുമാനിക്കണം. കോയമ്പത്തൂർ ബസ് കിട്ടണം. കോയമ്പത്തൂർ കിട്ടിയിട്ടാന്നുണ്ടെങ്കിൽ പാലക്കാട് കിട്ടുമോ നോക്കണം. കവലൊക്കെ ആകെ എന്തോ മാരിയായിരുന്നു, തണുപ്പടിച്ചിട്ട്. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. കോട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഊട്ടിയിൽ നിന്ന് ഇപ്പോൾ മേട്ടുപ്പാളയം എത്തി. മേട്ടുപ്പാളയത്ത് നിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനം. ഏത് ബസ് വരണോ ആ ബസ് കയറും. എന്തായാലും പാലക്കാട് എത്തിക്കിട്ടണം. പാലക്കാട് എത്തിക്കിട്ടി അവിടെ നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാം. ഓക്കെ, ബൈ. അവസാനം ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇറക്കാം. ബസ് വരാൻ 2:30 മണിയാവും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. ആൾക്കാർ തൂക്കുതൽത്താർക്ക്. അപ്പോൾ ഇനിയിപ്പോൾ 2:30 മണി വരെ, ഇനിയിപ്പോൾ 1:30 ആയിട്ടുള്ളൂ. 2:30 മണി വരെ ഇവിടെ ആയിരിക്കാം. ഓക്കെ, ശരി. ഞാൻ നിൽക്കണുണ്ടോ ബസ്? ഇത് പോലാറിന്. അപ്പോൾ നമ്മളിനി അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. മറ്റേ ബസ് വന്നിട്ടില്ല, എല്ലാവരും കയറിയിട്ടില്ല. കണ്ട ലൈറ്റ് ഓണാക്കിയിട്ട് ഇങ്ങനെ നിന്നുണ്ട്. ആ ബസ് ഫസ്റ്റ് പോകില്ല. അത്ര 2:15 2:30 വേറൊരു ബസ് വരും പറഞ്ഞിട്ടുണ്ട് കോയമ്പത്തൂർക്ക്. അപ്പോൾ ആ ബസ് വരുന്നവരെ ഇനി വെയിറ്റ് ചെയ്യില്ലാണ്ട് വേറെ രക്ഷയില്ല. ഇതൊക്കെയാണ് ജീവിതം, മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ലക്ഷറി ലൈഫാണെന്ന്. ഇപ്പോൾ മേട്ടുപ്പാളയം ബസ് സ്റ്റാൻഡിൽ കുത്തിരിക്കുന്നുണ്ടോ? അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് വേറെ സ്ഥലത്ത് കിടന്നിറക്കായിരുന്നു. അപ്പോൾ ഈ ബസ് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോന്നു. കണ്ടോ, അവിടെ കുറേ വേസ്റ്റോ എന്തൊക്കെ ആൾക്കാരൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഒക്കെ പുതച്ച് മൂടിയിട്ട് കിടക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാർ ഇഷ്ടം പോലെ കിടന്നുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ.
മനസ്സിലായില്ലേ? ഓക്കെ ശരി. ഓക്കെ, സമയം 5:30. പഴനി ബസ് ഇനി അവിടുന്ന് നമ്മൾ ഇറങ്ങിയത് എത്ര മണിക്ക് അറിയില്ല, എത്തിക്കുകയാണ്.